നമസ്കാരം. ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊമോ വന്നതിനകത്തില് അനീഷും ആതിരയും ജയിലിൽ കിടക്കുന്നു. അവര് ഭയങ്കര സൗഹൃദം ആയി, പിണക്കങ്ങളൊക്കെ മാറി അതിനായിരിക്കും ജയിലിലോട്ട് വിടുന്നത്. അപ്പൊ അവര് നല്ല സൗഹൃദമായ ഒരു കാഴ്ച. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ബിന്നിയെ ബിച്ചി എന്ന് വിളിച്ചു, പിച്ചി എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നു. ആരാ? പിന്നെ ജിസേല്. കാരണമുണ്ട്. ജിസേലിന് വെച്ചിരുന്ന ഫുഡ് നമ്മുടെ ശാപ്പാട്ട് തീറ്റുരാമൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കും, നെവിൻ എടുത്താൻ കഴിച്ചപ്പം പിന്നെ ജിസേലിന് ഫുഡ് കിട്ടിയില്ല. അപ്പൊ അത് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന ബിന്നിയാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് പിന്നെ ഇവരെ കയറി ബിച്ചി എന്തൊക്കെയാണ് നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞ അതങ്ങ് ഭയങ്കര എന്തോ ഒരു അസഭ്യമായിട്ട് ജിസയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പിച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിച്ചുക, അല്ലെ ബിച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മനസ്സിലാകുന്നില്ല. എന്റെ മീനിങ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ബിച്ചി എന്ന് വിളിച്ച അത്ര വലിയ കൊള്ളാണ്ട എന്നെ ഇത് പറഞ്ഞുകൊണ്ട് ആരും ഇടപെട്ടില്ല. മറ്റുള്ളവരെ ഞാൻ കാണാമായിരുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തരവഴിക്കും വിളിക്കുന്നു. അവിടെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഈ പിച്ചി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഒരു എന്തൊക്കെയാണോ നിസ്സാര കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആദില എപ്പോഴും ട്രിഗർ ചെയ്യും അനീഷ് ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അനീഷിന്റെ കാര്യമാണ്. ആദില പാത്രം കഴുകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കഴുകാം. അങ്ങനെ പോയാണ് ഉള്ള വെള്ളം കൂടെ കോരി ഒഴിച്ച് ബെഡെല്ലാം കൂടെ വലിച്ചു പോയി. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് എനിക്ക് വരുന്നത്. സത്യത്തില് ഈ ആദില, ഷാനവാസ്, നൂറ ഇവരൊരു നല്ല ഒരു ബോണ്ടിങ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതുപോലെ ഷാനവാസ്, അനീഷ്, ചുരുക്കി പറയും ഇവര് ഈ 4 പേര് കണക്റ്റഡാ. ഇവര് അടിയൊക്കെ വെക്കും. ഇവരുടെ ഉള്ളിൽ ചില സ്നേഹം ഉണ്ടെന്ന് നമുക്ക് തോന്നി. ഷാനവാസുമായിട്ട് ഇന്ന് ഭയങ്കര ശത്രുതയിലാണ്. ഷാനവാസ് പറഞ്ഞത് നീ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞേക്കുക, സുഹൃത്ത് ബന്ധം വേണ്ട എന്ന് ഷാനവാസ് പറഞ്ഞേക്കുക. എപ്പോഴും അനീഷ പറഞ്ഞത്, ഇന്ന് ഷാനവാസ് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാതെ നമ്മളെ കാണിക്കാനൊന്നുമല്ല, ഇച്ചിരി കഴിയുമ്പോൾ മാറും. മനുഷ്യരെങ്ങനെയാണല്ലോ. ഇതിനകത്തിൽ എപ്പോഴും ഈ പിണക്കങ്ങളും അടികളും മാത്രം കാണുമ്പോൾ നമുക്കൊരു ഇച്ചിരി സ്നേഹം ബിഗ് ബോസിനുള്ളിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അപ്പൊ അതായിട്ട് ഈ ജയിലിൽ കിടത്തത്തില് അനീഷ് ആദിലയുമായി കുറച്ച് അതിലൂടായിരിക്കും ബിഗ് ബോസ് ഈ ജയിലിൽ വിടുന്നത് തോന്നുന്നു. എന്തായാലും ശരി, അവരെ നല്ല ഒരു സ്നേഹബന്ധത്തിൽ വരട്ടെ. ടാസ്കിൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ജയിക്കട്ടെ, കഴിവുള്ളവർ ജയിക്കട്ടെ, ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകട്ടെ ബിഗ് ബോസിന്റെ കപ്പ്. പക്ഷെ നമുക്ക് ഈ വെളിയിലിറങ്ങിയാലും സമൂഹത്തിലിറങ്ങിയാലും ഈ ഒരിക്കലും കേൾക്കാത്ത വാക്കുകളും ഒരിക്കലും കാണാത്ത കാഴ്ചകളും കണ്ടു അല്ലെങ്കിൽ പരസ്പരം അങ്ങനെയൊക്കെ ഒരു ഇത് വരരുത്. അതുപോലെ ഇന്ന് അനുമോക്ക് വന്ന ഗസ്റ്റുകളെ കണ്ടപ്പം എന്തോ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഏഷ്യാനെറ്റിന്റെ ഒരു സീരിയൽ താരം ഉണ്ടല്ലോ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ, അപ്സെറ്റ് ആയെന്നൊക്കെ പറഞ്ഞു. എന്തോ അതിന് പല അപവാദങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ശരി, പഴയ ഫ്രണ്ടായിരുന്നു, പിണക്കത്തിലാണെന്നോ അതിന് വേറെ വല്ലതാണോ നമുക്കറിയത്തില്ല. നമുക്കറിയാത്ത കാര്യമാണ്. എന്തായാലും ശരി, അനുമോൾ അപ്സെറ്റ് ആയതിനെ കുറിച്ച് ചില വിവാദങ്ങൾ ചിലയിടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇനി എന്താണ് കരഞ്ഞത്, ഇവരമ്മ എന്താണ് പ്രശ്നം എന്നുള്ളത് ചിലപ്പം ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അല്ലാതെ പുതിയ സംഭവങ്ങളൊന്നും അതിനകത്ത് ഇല്ല. പ്രേക്ഷക തീരുമാനത്തിൽ അനീഷിനെ കുട്ടിയായിട്ട് അത് മോളെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് രാവിലെ അത് പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.